ഹലോ ഗൈസ്, അപ്പം നമ്മളത് വെഡിങ് ആനിവേഴ്സറി സ്പെഷ്യൽ ആയിട്ട് ഒരു കഫേ എഡിറ്റിന് പോകണം ഗീസ്. ഇത് ആക്ച്വലി ഞാൻ വെഡിങ് ആനിവേഴ്സറിയുടെ അന്നെടുത്ത വീഡിയോ ആണ്. പക്ഷേ ആസ് യൂഷ്വൽ ഞാൻ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ താമസിച്ചു പോയി. അപ്പം നമ്മളത് നേരെ വന്ന് നമ്മുടെ അറേബ്യൻ ഷേക്കിലോട്ടാണ്. അങ്ങനെ നമ്മളിപ്പോൾ കുറച്ച് നാൾ കൂടി ഇരുന്നാണ് ഇങ്ങോട്ട് വരുന്നത്. അങ്ങനെ നമ്മൾ വന്നപ്പോൾ ഒരു മെനു കാർഡ് കൊണ്ട് തന്നെ. ആക്ച്വലി ഒരു 3 മെനു കാർഡായിരുന്നു തന്നിരുന്നത്. ഒന്ന് ഫുഡ് മെനു, പിന്നെ ബിവറേജസ്, പിന്നെ അല്ലാതെ നമ്മുടെ ബേബി ടോസിലെ സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. നമ്മൾ മെനു ഒക്കെ നോക്കി. നമ്മൾ അൽഫാമായിരുന്നു ഓർഡർ ചെയ്തത്. പിന്നെ സ്വീറ്റിന്റെ ജസ്റ്റ് ഞാൻ നോക്കിയിട്ട് എനിക്ക് എന്തൊക്കെ വാങ്ങിക്കണം എന്ന് തന്നെ അറിയത്തില്ല ആ മെനു കണ്ടിട്ട്. എനിക്കെല്ലാം വാങ്ങിക്കുന്നുണ്ട്, പക്ഷെ എനിക്കറിയാം ഞാനിതെല്ലാം വാങ്ങിച്ചാൽ ഞാൻ കഴിക്കത്തില്ലെന്ന്. അങ്ങനെ ഒരു സാധനം ഞാൻ മനസ്സിൽ ഫിക്സ് ആക്കി ഞാൻ ജ്യൂസിനോട് പറഞ്ഞു, നമുക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞ് വയറുണ്ടെങ്കിൽ മാത്രം നമുക്കിത് വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് സെറ്റാക്കി വെച്ച്. അങ്ങനെ നമ്മൾ കുറച്ചധികം നേരം പോസ്റ്റായി ഫുഡ് വരാനായിട്ട്. കാരണം നല്ല ലാഗായി, അത് എന്താണെന്നൊരു പിടിയില്ല. പിന്നെ വിശന്നിരുന്നോണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ഫുഡ് എടുത്ത് കഴിച്ച്. അങ്ങനെ ഫുഡ് കഴിക്കുന്നതിനിടയിൽ നമ്മൾ ഇത്ര നാളുണ്ടായ കാര്യങ്ങളും എല്ലാം സംസാരിക്കുന്നുണ്ടായിരുന്നു. കാരണം നമ്മളൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അതിനെ കുറിച്ച് ഒരിക്കലും നമ്മൾ രക്ഷപ്പെടരുത് എന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് പേരുണ്ടല്ലോ. ചിലപ്പോൾ അത് പുറത്തുനിന്നായിരിക്കത്തില്ല, നമ്മുടെ കൂടെ നിൽക്കുന്നവർ തന്നെയായിരിക്കും. എന്റെ അനുഭവം വെച്ചിട്ട് എന്റെ കൂടെ നിൽക്കുന്നവർ തന്നെയാണ് എനിക്കിട്ട് പണി തന്നുകൊണ്ടിരിക്കുന്നത്. അത് തുടക്കം തൊട്ട് ഒരു ഒരു 3 years ആയിട്ട് ഇങ്ങോട്ട് എനിക്ക് അവർ തന്നെയാണ് ആക്ച്വലി പണി തന്നുകൊണ്ടിരിക്കുന്നത്. എനിക്കറിയാം കറക്റ്റായിട്ട് എനിക്കിട്ട് ആരാണ് പണി തരുന്നതെന്ന് എനിക്കറിയാം. പക്ഷെ അവര് എന്റെ മുൻപില് ഭയങ്കരമായിട്ട് ചിരിച്ച് കളിച്ച് എന്നോട് നല്ല സ്നേഹമുള്ള പോലെ തന്നെ നിൽക്കുന്ന, അതാണ് ഇതിനകത്തെ കോമഡി. മനസ്സിലായോ? അപ്പം അവരുടെയൊക്കെ മുന്നിൽ അപ്പൊ ഞാൻ പറയുന്നുണ്ട്, അവരെയൊക്കെ ഞാൻ ഈ സമയത്ത് ഞാൻ സ്മരിക്കുന്നുണ്ടോ. കാരണം ഒരിക്കലും രക്ഷപ്പെടരുത് എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അത് നമ്മുടെ കൂടെ നിൽക്കുന്നത് എന്ന് വെച്ചാൽ നമ്മളെ A to Z നമ്മുടെ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ആൾക്കാർ തന്നെയാണ്. മേ ബി അവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പൊ അവർക്ക് കാര്യം മനസ്സിലായി കാണും ആരെയാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന്. എനിക്കിത് ഇവിടെ ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു മൊമെന്റ് ആയത്. എനിക്ക് പെപ്സി അങ്ങനെ വലിയ ഇഷ്ടമൊന്നുള്ള ആളല്ല ഞാൻ. തണുത്ത പെപ്സി എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. പക്ഷെ എനിക്ക് ഇവിടെ വന്ന് ഇങ്ങനെ ഐസ് ഇട്ട് പെപ്സി കുടിക്കാൻ എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടമാണ്. അതെനിക്കെന്തോ ഡിഫറന്റ് ടേസ്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നോർമലി നമ്മൾ ചിൽഡ് പെപ്സി കുടിക്കുന്ന ആ ഒരു ഫ്ലേവർ അല്ല ഐസ് ഇട്ട് കഴിക്കുമ്പോഴത്തേക്കും. അതെന്താണെന്ന് എനിക്കറിയത്തില്ല, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിവിടെ എപ്പോൾ വന്നാലും കുടിക്കാനായിട്ട് വേറെ മൊയ്റ്റയോ കാര്യങ്ങളോ ഒന്നും ഞാൻ ഓർഡർ ചെയ്യാറില്ല. പക്ഷെ ഞാൻ തണുക്കാത്ത പെപ്സി വാങ്ങിച്ചിട്ട് ഐസ് ഇട്ട് കുടിക്കും. എന്ത് തരം വട്ടാണെന്ന് ഞാൻ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷെ എനിക്കിത് ഇഷ്ടമാണ്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നമ്മളിത് നേരെ ബിബിറ്റോസിലോട്ടാണ് ഗീസ് വന്നത്. ആനിവേഴ്സറിക്ക് അല്ലേ, അപ്പൊ കുറച്ച് മധുരം കഴിക്കാം എന്നോർത്ത് നമുക്ക് കുറച്ച് വയറും കൂടെ ബാക്കിയുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അതും കൂടെ നിറയ്ക്കാൻ കരുതി നമ്മൾ നേരെ ബിബിറ്റോസിലോട്ട് വന്ന് ഒരു കുണാഫ എന്ന് പറഞ്ഞു. ഈ കുണാഫ കഴിക്കാൻ വേണ്ടി ആലപ്പുഴയിൽ നിന്ന് ലുലു മാൾ വരെ പോയൊരു കഥ എനിക്കുണ്ട്. അന്ന് കുണാഫ അത്ര ഫെയിം ഒന്നും അല്ല, ലുലുലു മാത്രം നമുക്കത് അവൈലബിൾ ആയിട്ടുള്ളായിരുന്നു. അങ്ങനെ ഇവിടുന്ന് അത് കഴിക്കാൻ പോയത്. അന്ന് നമ്മൾ ഒരു പീസ് മാത്രമായിട്ടാണ് വാങ്ങിച്ചത്, ഇങ്ങനെ ഫുൾ പീസ് ആയിട്ടല്ലായിരുന്നു. ഒരു പീസ് നമുക്ക് കട്ട് ചെയ്ത് കിട്ടുമല്ലോ, ഇങ്ങനെ ഫുൾ പീസ് ആയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് വാങ്ങിച്ച് കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ച അത്ര എളുപ്പമല്ലായിരുന്നു. അതിന് ഞങ്ങൾക്ക് കട്ട് ചെയ്തതിന്റെ കുഴപ്പമാണോ, ആയിരിക്കും, കട്ട് ചെയ്തതിന്റെ കുഴപ്പമായിരിക്കും. കാരണം ഞാൻ വിചാരിച്ച അത്ര സോഫ്റ്റ് അല്ലായിരുന്നു കട്ട് ചെയ്യാനായിട്ട്. കുറച്ച് ഹാർഡായിരുന്നു, കുറച്ച് പാടുപെട്ട് കട്ട് ചെയ്യാൻ. പിന്നെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ടായിരിക്കും എന്ന് ഞങ്ങൾ തന്നെ വിശ്വസിപ്പിച്ചിട്ട് ഒരു കണക്കിന് അത് കട്ട് ചെയ്ത് നമ്മൾ കംപ്ലീറ്റ് കഴിച്ചു ഗൈസ്. ജോസുവിന് ഇത് സ്വീറ്റ് അങ്ങനെ വലിയ ഇഷ്ടമൊന്നുമല്ല, എങ്കിലും കഴിക്കും എന്നേ ഉള്ളൂ. എന്ന് വെച്ചാൽ വാങ്ങിക്കുമ്പോൾ ജസ്റ്റ് കഴിക്കും. കൂടുതലും കഴിക്കുന്നത് ഞാനായിരിക്കും. കാരണം അവൻ അങ്ങനെ സ്വീറ്റും കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല. മറ്റേ എരിവ് പുളി അങ്ങനെയുള്ള ടേസ്റ്റ് ഒക്കെയാണ് കൂടുതലും ഇഷ്ടം. അഞ്ജലിക്കും ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ ഇന്ന് ഞാൻ ഇട്ടിരിക്കുന്ന ഷർട്ട് എനിക്ക് വെഡിങ് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് ഗൈസ്. അത് അഞ്ജലിയൊക്കെ നമുക്ക് നേരത്തെ എന്റെ ബർത്ത്ഡേക്ക് തന്ന ആ ഗിഫ്റ്റ് ബോക്സിനകത്ത് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിരുന്ന സാധനമാണ്. രണ്ടുപേർക്കും ഒരേപോലത്തെ, അതായത് എനിക്ക് ബ്ലാക്ക് ഭയങ്കര ഇഷ്ടം, അപ്പോൾ ബ്ലാക്കും വൈറ്റും കോമ്പിനേഷൻ വരുന്ന രണ്ടുപേർക്കും ഒരേപോലത്തെ 2 ഷർട്ടൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ജോസോന്റെ ഷർട്ട് അതിൽ ചെറിയൊരു പണിപ്പാളി ഗൈസ്. മാക്സിന്നായിരുന്നൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിന്റെ കൈ രണ്ടും 2 സൈസായി പോയി. ഇടുമ്പോഴത്തേക്കും ചെറിയൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. എന്റെ ഷർട്ടിന്റെ ഒരു ഡിഫറെന്റ് പാറ്റേൺ, സെയിം ആ കളർ കോമ്പിനേഷൻ ഒക്കെ തന്നെയായിരുന്നു. അങ്ങനെ പിന്നെ അത് ഇട്ടില്ല. ജോസുവിന് കോമ്പിനേഷൻ പിടിക്കാനായിട്ട് അക്ക തന്നെ നേരത്തെ വാങ്ങിച്ചെന്ന ഒരു ടീഷർട്ട് തന്നെ ഇട്ട. അതും അത്യാവശ്യം നല്ല ടീഷർട്ടായിരുന്നു, പ്രാഡയുടെ ഒരു ടീഷർട്ടായിരുന്നു. പിന്നെ നമ്മളൊരു കണക്കിന് അത് കഴിച്ചു തീർത്തു ഗൈസ്. ജോസു കുറച്ച് കഴിച്ചുള്ളൂ. എനിക്ക് ആക്ച്വലി അത് മത്തായി കഴിച്ചപ്പോഴത്തേക്ക്. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഓക്കെ, ബൈ.